ഇടുക്കി നെടുങ്കണ്ടം ഇരട്ട കൊലപാതകത്തിൽ പ്രതി സജി കുറ്റം സമ്മതിച്ചു. അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സജി പോലീസിന് മൊഴി നൽകി. കൊല്ലപ്പെട്ട മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ വീടിന് സമീപത്തു നിന്നാണ് രാവിലെ പോലീസ് പിടികൂടിയത്. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കാണാതായ മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. പിതാവിനെയും സജി കൊലപ്പെടുത്തിയതാവാമെന്നാണ് സഹോദരി പറയുന്നത്. മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനം പോലീസ് വീണ്ടും അന്വേഷിക്കും. ഒരു മാസത്തോളമായി മേരിക്കുട്ടിയെയും മകൻ റെജിയെയും കാണാനില്ലായിരുന്നു. സംശയം തോന്നിയ അയൽവാസികളും ബന്ധുക്കളും അന്വേഷിച്ചപ്പോൾ സജി നൽകിയ മറുപടികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ ഈ കേസിലേക്ക് എത്തിച്ചത്. മേരിക്കുട്ടിയുടെ മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ പച്ചടിയിൽ വീടിന്റെ പരിസരത്ത് നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹങ്ങൾ കാണാതായ മേരിയുടെയും മകൻ റെജിയുടേതുമാണെന്ന് വ്യക്തമായി. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ സജി ഒളിവിൽ പോയിരുന്നു. തെരച്ചിൽ ഊർജിതമായി നടക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ സജി വീടിന് സമീപം പ്രത്യക്ഷപ്പെട്ടത്. മലയിറങ്ങി വന്ന സജി സമീപത്തെ കടയിലെത്തിയതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ സജി കുറ്റസമ്മതം നടത്തി. അമ്മയെയും സഹോദരനെയും കൊന്നു കുഴിച്ചുമൂടിയത് താനാണെന്ന് സജി പോലീസിന് മൊഴി നൽകി. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. 2018 മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതാകുന്നത്. പിതാവിനെയും സജി അപായപ്പെടുത്തിയതാകാം എന്നാണ് മകൾ സിനി ആരോപിക്കുന്നത്. പിതാവിന്റെ തിരോധാന കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും സിനി ആവശ്യപ്പെട്ടു. ഒരു മാസത്തോളം അച്ഛൻ അന്വേഷണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പപ്പിമാരെല്ലാവരും അന്വേഷിച്ചായിരുന്നു. പിന്നെ അച്ഛൻ്റെ ആനിയൻ ജമ്മു കാശ്മീരിൽ അവിടെ വരെ എല്ലായിടത്തും അന്വേഷണം പോയായിരുന്നു. ഇവന് ഈ ചോടിക്കടി വെക്കുന്ന സാധനമൊക്കെ വെച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർ തമ്മിൽ വഴക്ക് പിടിക്കാൻ അച്ഛൻ വഴക്കൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുകൊണ്ട് അതും ഒരു ദുരൂഹതയുടെ ഗതിയിലിരിക്കുന്നു. അതും ഈ കൂടെ അന്വേഷിക്കുന്നുണ്ട്. സജി തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഇടുക്കി SP KM സാബു മാത്യു പറഞ്ഞു. അമ്മയും സഹോദരനുമായി സജി നിരന്തരം തർക്കത്തിലേർപ്പെടാറുണ്ടായിരുന്നു. വസ്തുതർക്കവും സജിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട തർക്കവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും SP വ്യക്തമാക്കി. പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ല. ഇതിനകത്ത് സംബന്ധിച്ചൊരു ഐ വിറ്റ്നസ് ഇല്ല. ഐ വിറ്റ്നസ് നിലവിലില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വളരെയധികം എവിഡൻസ് എടുക്കാനുണ്ട്. സയൻറ്റിഫിക് എവിഡൻസ് വളരെ എടുക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ഇരുവരുടെയും മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.